അഭിവാദ്യ സദസ്സിന് എന്റെ സ്നേഹവന്ദനം. ചുണ്ടിൽ ഒളിമങ്ങാത്ത പുഞ്ചിരി, വിരിമാറ്റന് റോസാപ്പൂവ്, തലയിൽ ഒരു വെൺതൊപ്പി. അതെ, നവഭാരത ശില്പിയായ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ നമ്മുടെ പ്രിയപ്പെട്ട ചാച്ചാജി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ നാം ഇന്നിവിടെ അനുസ്മരിക്കുകയാണല്ലോ. കുട്ടികളെയും പൂക്കളെയും ജീവനത്തിൽ സ്നേഹിച്ചിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയും ശക്തനായ നേതാവും രാഷ്ട്രശില്പിയുമായ ജവഹർലാൽ നെഹ്റുവിനെ സ്മരിക്കാൻ ശിശുക്കളോടുള്ള ചാച്ചാജിയുടെ നിർവ്യാജ സ്നേഹത്തിനായി ഭാരതം നൽകിയ ആദരവാണ് നവംബർ 14 അദ്ദേഹത്തിന്റെ ജന്മദിനം ശിശുദിനമായി കൊണ്ടാടുവാൻ തീരുമാനിച്ചത്. എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ ഗുണമേന്മേറിയ കുട്ടിക്കാലം, ഉയർന്ന വിദ്യാഭ്യാസം, ഇതാണ് ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കുമായി നെഹ്റു സ്വപ്നം കണ്ട രണ്ട് അനിവാര്യതകൾ. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ നിർമ്മിക്കുന്നത്, ഭാരതത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത്. ചാച്ചാജിയുടെ സുയുക്തമായ ഈ കാഴ്ചപ്പാടാണ് വിദ്യാഭ്യാസ രംഗത്ത് നവീനമായ ആശയങ്ങൾ നടപ്പിലാക്കാൻ, പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ഇത്രയേറെ പ്രാധാന്യം നൽകാൻ, ഗ്രാമങ്ങൾ തോറും ആയിരക്കണക്കിന് വിദ്യാലയങ്ങൾ പടുത്തുയർത്താൻ സ്വതന്ത്ര ഇന്ത്യയെ പ്രാപ്തിയാക്കിയത്. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷം പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ചും ചേരാനായും രൂപീകരിച്ചും ചൈനയുമായുള്ള പഞ്ചശീല തത്വം ഒപ്പുവെച്ചും രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ നെഹ്റുവിന് കഴിഞ്ഞു. ഗ്രന്ഥകാരൻ, സ്വതന്ത്ര ചിന്തകൻ, മനുഷ്യസ്നേഹി എന്നീ നിലകളിൽ അദ്ദേഹം അതുല്യനാണ്. കുട്ടികളുടെ അവകാശങ്ങൾ, പരിചരണം, വിദ്യാഭ്യാസം, സുരക്ഷ, ആരോഗ്യം, നൈപുണ്യ വികസനം എന്നിവ ഉറപ്പുവരുത്തുന്നതിനാൽ അതിവിപുലമായ കടമകളാണ് അദ്ദേഹം സർക്കാരിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ളത്. സംയോജിത ശിശുവികസന സേവന പദ്ധതി, ജുവനൈൽ ജസ്റ്റിസ്, ശിശുഗൃഹ പദ്ധതി, ചൈൽഡ് ലൈൻ, ഉജ്ജ്വല, സനാതന തുടങ്ങിയവയെല്ലാം ഉദാഹരണങ്ങളാണ്. എന്നിരുന്നാലും കുഞ്ഞുങ്ങളെ സംബന്ധിക്കുന്ന ചാച്ചാ നെഹ്റുവിന്റെ സ്വപ്നം എത്രത്തോളം സഫലമാക്കാൻ സാധിച്ചു എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ലഭിച്ചുവെന്ന് വരില്ല. കളിച്ചും ചിരിച്ചും ചെലവഴിക്കേണ്ട ബാല്യത്തിൽ തന്നെ ജീവിതത്തിന്റെ ദുർബലമായ ചുമട് വഹിക്കാൻ നിർബന്ധിതരാകുന്ന കുട്ടികൾ രാജ്യത്ത് ഇന്നും ഒട്ടേറെയുണ്ട്. പഠനം ആരംഭിക്കുന്ന 100 കുട്ടികളിൽ വെറും 60 പേർ മാത്രമാണ് നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നത് എന്നതാണ് സത്യം. ബാലപീഡനങ്ങളുടെ വാർത്തകൾ ദിവസേന കൂടി വരുന്നു. 3 വയസ്സ് തികയാത്ത കുഞ്ഞിനെ അംഗനവാടി ടീച്ചർ മുഖത്തടിച്ചു എന്ന വാർത്തയും, സ്വന്തം വീട്ടുമുറ്റത്ത് കളിക്കുന്ന കുഞ്ഞുങ്ങളെ പോലും തെരുവ് നായ്ക്കൾ കടിച്ചുകൊടുക്കുന്നതുമെല്ലാം നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെയല്ലേ? അവർ ഏറ്റവും സുരക്ഷിതർ എന്ന് നാം കരുതുന്ന ഇടങ്ങളിൽ വെച്ച് തന്നെയല്ലേ? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണതയും ലഹരി മരുന്നുകളുടെയും ഡിജിറ്റൽ ഗാഡ്ജറ്റുകളുടെയും അടിമത്തം ഭയപ്പെടുത്തുന്നതാണ്. ഇവയാണ് ശിശുദിനാചരണത്തിന്റെ പ്രസക്തി. ബാല്യം കുട്ടികളുടെ ജന്മാവകാശമാണ്. അതിന്റെ പരിലാളനയും സംരക്ഷണവും അവർക്ക് നൽകിയേ തീരും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ രാജ്യം ഒരുപാട് സ്നേഹത്തോടെ, കരുതലോടെ ഈ ശിശുദിനത്തിൽ നമ്മെ ചേർത്ത് നിർത്തുമ്പോൾ മറക്കാതിരിക്കാം നമ്മുടെ അവകാശങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, കടമകൾ. നമ്മുടെ മാതാപിതാക്കളും ഗുരുബോധനും ചൂണ്ടിക്കാണിച്ചിരുന്ന നന്മയുടെ വഴിയെ തടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. വിദ്യ നൽകും വെളിച്ചം ചുറ്റുമുള്ളവരെ ചേർത്ത് നിർത്താനും, അവസരയും വേദനിക്കുന്നവരെയും നിരാളവരെയും മനസ്സിലാക്കാനും അവർക്കായി സഹായത്തിൽ നീട്ടുന്നതിനും ഉപകരിക്കണം. പാതി രാവിലെ മലവെള്ളപ്പാച്ചിലിൽ പാതി മാഞ്ഞു പോയ ഒരു വിദ്യാലയത്തെയും അവിടുത്തെ സഹപാഠികളെയും നാം ഒരുമിച്ച് കൈകോർത്തപ്പോൾ എത്ര പെട്ടെന്നാണ് നമുക്ക് അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൈപിടിച്ചു എത്താനായത്. നമ്മുടെ വിദ്യാലയങ്ങൾ പകർന്നേടുന്ന നല്ല പാഠങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമ്മുടെ നാടിനും വീടിനും സമൂഹത്തിനും രാജ്യത്തിനും ഉപകരിക്കുന്ന നന്മ മരങ്ങളാൽ നമുക്ക് മാറാം. കാരണം ജവഹർലാൽ നെഹ്റു പറഞ്ഞതുപോലെ ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യ. ഏവർക്കും ശിശുദിന ആശംസകൾ നേർന്നുകൊണ്ട് ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.